ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുതിരാനായിട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച ശേഷം ഈ പച്ചരി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. പച്ചരി ആയതുകൊണ്ട് വേഗം തന്നെ ഇത് നമുക്ക് കുക്കായിട്ട് കിട്ടും. കണ്ടോ, ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് 2-3 ആൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഈ സാധനങ്ങൾ തുല്യ അളവിൽ നമുക്ക് എടുത്തിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് അടുത്ത പരിപാടി. ഇനി ഞാനിത് മുഖത്ത് തേച്ച് കൊടുക്കാനായിട്ട് പോവാണ്. എല്ലാ വീഡിയോസിലും കയ്യിലാണ് തേച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലതിൽ പറയും, ചിലർ പൊട്ട വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ എന്താ പറയുക കുത്തും കോമയും ഒക്കെയുള്ള ഈ മുഖം നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതേ മുഖത്ത് നല്ല കട്ടിയിൽ തന്നെ ഫേസ് പാക്ക് തേച്ച് കൊടുക്കണം കേട്ടോ. മുഖത്ത് നമ്മൾ ഇടുമ്പോൾ നമ്മുടെ കറുത്ത ഷെയ്ഡൊക്കെ നന്നായിട്ട് വരുന്ന ഭാഗങ്ങളിൽ ഇത് നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫലം നന്നായിട്ട് കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ മുഖം കാണാൻ ഇത്രയ്ക്കേ ഭംഗിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് മുഖത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില മെസ്സേജുകൾക്ക് നമ്മളെ മനസ്സിനെ നന്നായിട്ട് വേദനിപ്പിക്കും കേട്ടോ. അതുപോലെ പല മെസ്സേജുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുഖം ഒന്ന് കാണിച്ച് മുഖത്തന്നെ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോയും കൂടിയാണ് കേട്ടോ. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇനി മുഖത്ത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായി വലിയാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ മുഖത്തിലെ സ്കിന്നിന് ചുളിവുകളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്ത് നന്നായിട്ട് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മളൊരു 5 മിനിറ്റ് നേരം മുഖത്ത് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടും കേട്ടോ മുഖത്തിന്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വിരലിൻ്റെ ആ തുമ്പ് കൊണ്ട് നന്നായിട്ട് ഞാൻ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺതടങ്ങളിലൊക്കെ നമുക്ക് നല്ല കറുത്ത ഷെയ്ഡുകളുണ്ടാവും. അവിടെ മൂക്കുമ്മലും ഒക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നമ്മൾ മുഖം കഴുകിയെടുക്കുമ്പോൾ നമ്മളുടെ മുഖത്തിന് നല്ല ഒരു ഉണർവ് കിട്ടുന്നത് പോലെ നമുക്ക് തോന്നും കേട്ടോ. പിന്നെ നല്ലൊരു മിനുസൊക്കെ നന്നായിട്ട് ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു തോർത്ത് ഉപയോഗിച്ചിട്ട് അത് മുഖം ഒപ്പിയെടുക്കുക കേട്ടോ. മുഖം നമ്മൾ നന്നായിട്ട് ഉരച്ച് തുടച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. മുഖത്തിനെ നല്ല കോട്ടൺ തോർത്തുകൊണ്ട് ഒപ്പിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് റിസൾട്ട് കണ്ടോ, എൻ്റെ മുഖത്തിന് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഫേസ് പാക്ക്. അപ്പോൾ എൻ്റെ ഇതേ കളറിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ചേഞ്ച് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, നല്ല വ്യത്യാസം കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.